മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി ചൈനയിൽ ആരംഭിച്ചതാര്? മാവോ സേതുങ്. മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി ചൈനയിൽ ആരംഭിച്ചതാര്? മാവോ സേതുങ്. ബ്രിട്ടീഷുകാർക്കെതിരായി 1857 ഇന്ത്യയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ആരാണ്? തോമസ് ജോൺസ് ബാർക്കർ. ബ്രിട്ടീഷുകാർക്കെതിരായി 1857 ഇന്ത്യയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചതാര്? തോമസ് ജോൺസ് ബാർക്കർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത് സിക്കന്ദർ ഹയാത്ത് ഖാൻ. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത് സിക്കന്ദർ ഹയാത്ത് ഖാൻ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം 1921. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം 1921. ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ പതാക സ്ഥാപിച്ചതെവിടെ? ആൻഡമാൻ നിക്കോബാർ. ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ പതാക സ്ഥാപിച്ചത് എവിടെ? ആൻഡമാൻ നിക്കോബാർ. സ്മാർട്ട് സിറ്റി ദൗത്യത്തിന്റെ ലക്ഷ്യം ശുചിത്വപൂർണവും സുസ്ഥിരവുമായ ചുറ്റുപാട്. സ്മാർട്ട് സിറ്റി ദൗത്യത്തിന്റെ ലക്ഷ്യം ശുചിത്വപൂർണവും സുസ്ഥിരവുമായ ചുറ്റുപാട്. ഉത്തരേന്ത്യയിൽ ഖാരിഫ് കാലത്തും ദക്ഷിണേന്ത്യയിൽ റാബി കാലത്തും കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് നിലക്കടല. ഉത്തരേന്ത്യയിൽ ഖാരിഫ് കാലത്തും ദക്ഷിണേന്ത്യയിൽ റാബി കാലത്തും കൃഷി ചെയ്യുന്ന വിളയാണ് നിലക്കടല. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത 2.7. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത 2.7. ഹിമാലയൻ പർവ്വതനിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലകാതിര് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏത് തരമാണ്? വൻകര സംയോജനം. ഹിമാലയ പർവ്വതനിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലകം ചേർത്തിരിക്കുന്നത് വൻകര സംയോജനത്തിലൂടെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഒപെക് അംഗരാജ്യം അല്ലാത്തത് അമേരിക്കൻ ഐക്യനാടുകൾ. താഴെ തന്നിട്ടുള്ളവയിൽ ഒപെക് അംഗരാജ്യമല്ലാത്തത് അമേരിക്കൻ ഐക്യനാടുകൾ. അകാൽ, ത്രികാൽ, ജൽകാൽ എന്നീ പദങ്ങൾ ഏത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വരൾച്ച. അകാൽ, ത്രികാൽ, ജൽകാൽ എന്നീ പദങ്ങൾ ഏത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വരൾച്ച. 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ 2 നയങ്ങളായാണ് സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കിയത്. താഴെ പറയുന്നവയിൽ ശരിയായ നയങ്ങൾ കണ്ടെത്തുക. ഘടനാപരമായ പരിഷ്കരണ നടപടികൾ. സ്ഥിരത കൈവരിക്കുവാനുള്ള നടപടികൾ. 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ 2 നയങ്ങളായാണ് സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കിയത്. ഘടനാപരമായ പരിഷ്കരണ നടപടികൾ, സ്ഥിരത കൈവരിക്കുവാനുള്ള നടപടികൾ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ വാക്യം കണ്ടെത്തുക. ഒന്നാം ഘട്ടം 1960കളുടെ മധ്യം മുതൽ 1970കളുടെ മധ്യം വരെ. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം 1960കളുടെ മധ്യം മുതൽ 1970കളുടെ മധ്യം വരെ. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റു പ്രധാന രാഷ്ട്രീയ നേതാക്കളും ചിന്തകരും ചേർന്ന് ഇന്ത്യക്ക് അനുയോജ്യമായ സമ്പദ് വ്യവസ്ഥ കണ്ടെത്തി. ആ സമ്പദ് വ്യവസ്ഥയുടെ ശരിയായ സവിശേഷത സ്വകാര്യ പങ്കാളിത്തത്തോടുള്ള ശക്തമായ പൊതുമേഖല. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ സവിശേഷതകൾ തിരഞ്ഞെടുക്കുക. സാമ്പത്തിക വളർച്ച, സ്വയം സാമൂഹിക നീതി, ആധുനികവൽക്കരണം. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ സവിശേഷതകൾ സാമ്പത്തിക വളർച്ച, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി, ആധുനികവൽക്കരണം. കേരളത്തിൽ നടപ്പാക്കിയ സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സാമൂഹിക അധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ പാവപ്പെട്ട സ്ത്രീയുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് കുടുംബശ്രീ. കേരളത്തിൽ നടപ്പാക്കിയ സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സാമൂഹിക അധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് കുടുംബശ്രീ. 2016 നവംബർ 8 ഇന്ത്യയിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനത്തിന്റെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? കള്ളപ്പണം നിയന്ത്രിക്കുന്നതിന്, അഴിമതിക്കെതിരായുള്ള പോരാട്ടം, തീവ്രവാദത്തെ ചെറുക്കുന്നതിന്. ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26. താഴെ പറയുന്നവയിൽ പാർലമെന്ററി വ്യവസ്ഥയിൽ പെടാത്തത്
ഭരണത്തലവനും രാഷ്ട്രതലവനും രാഷ്ട്രപതിയായിരിക്കും. പാർലമെന്ററി വ്യവസ്ഥയിൽപ്പെടുന്നവ കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു? അനുച്ഛേദം 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇതുപ്രകാരം 51A അനുച്ഛേദമായി എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്? 11 മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 1976 42-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം 2. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് ഫ്രാൻസ്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിയ ബിനു പുളിക്കക്കണ്ടം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42. ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഗവർണറെ നിയമിക്കുന്നത് എന്നാണ് തെറ്റ്. ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് ലോക് ഭവൻ. ഇന്ത്യൻ പ്രസിഡന്റാണ് ഗവർണറെ നിയമിക്കുന്നത്. ഗവർണർ സംസ്ഥാന എക്സിക്യൂട്ടീവ് തലവനാണ്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സ്നേഹപൂർവം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകാൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം. ഒബിസിറ്റി. ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നുപോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നുപോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. ശരിയായ വാരിയെല്ലുകൾ എന്നത് ട്രൂ റിബ്സ്. 1 മുതൽ 7 വരെ ജോഡി വാരിയെല്ലുകൾ. മനുഷ്യനേത്രത്തിലെ പീതബിന്ദു എന്ന ഭാഗത്തെ സംബന്ധിച്ച് കൂടുതൽ ശരിയായത് കോൺകോശങ്ങൾ വളരെ കൂടുതലാണ്, റോഡ് കോശങ്ങൾ കാണപ്പെടുന്നില്ല അല്ലെങ്കിൽ കുറവാണ്. പീതബിന്ദു കോൺകോശങ്ങൾ വളരെ കൂടുതലാണ്, റോഡ് കോശങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ കുറവാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകൾ. സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതി സമാശ്വാസം പദ്ധതി. 4. സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതി ആശ്വാസകിരണം സമാശ്വാസം പദ്ധതി. 4. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? കാലാവസ്ഥാ നിരീക്ഷണം. ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാൽ ഏതിനാണ് കൂടുതൽ ത്വരണം ഉണ്ടാകുന്നത്? ബൈക്കിന്. മഴവില്ല് കാണുവാനായി സൂര്യന്റെ സ്ഥാനം എങ്ങനെയായിരിക്കണം? നിരീക്ഷകന്റെ പിന്നിൽ. മഴവില്ല് കാണുവാൻ സൂര്യന്റെ സ്ഥാനം നിരീക്ഷകന്റെ പിന്നിലായിരിക്കണം. വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഒരു കാപ്പിലറി ട്യൂബ് വയ്ക്കുമ്പോൾ ട്യൂബിലെ ജലനിരപ്പ് 4 സെന്റിമീറ്റർ വരെ ഉയരും. പകുതി വ്യാസമുള്ള ട്യൂബ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം എത്ര സെന്റിമീറ്റർ ഉയരും? 8 സെന്റിമീറ്റർ. ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിന്റെ രൂപാന്തരങ്ങളാണ്. സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തന്മാത്രകളുടെ എണ്ണം 18.066 × 1023. സ്ഥിര ഊഷ്മാവിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും സൂചിപ്പിക്കുന്ന ഒരു പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ. മർദ്ദം 2 ബാർ, വ്യാപ്തം 50 ലിറ്റർ. മർദ്ദം 1 ബാർ, വ്യാപ്തം 100 ലിറ്റർ. മർദ്ദം 5 ബാർ, വ്യാപ്തം 20 ലിറ്റർ. ഈ പട്ടിക ഏതു വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമം. അമ്ലമഴയുടെ pH
4നും 5നും ഇടയിലാണ്. അമ്ലമഴയുടെ pH 4നും 5നും ഇടയിലാണ്. മുഖ്യ നോവലിസ്റ്റും കാർട്ടൂണിസ്റ്റുമായ ഒ.വി. വിജയന്റെ കൃതികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? പ്രവാചകന്റെ വഴി, ഗുരുസാഗരം. ഒ.വി. വിജയന്റെ കൃതികളാണ് പ്രവാചകന്റെ വഴി, ഗുരുസാഗരം. മലയാളത്തിൽ ആദ്യമായി പിന്നണിഗാനം അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? നിർമ്മല. മലയാളത്തിൽ ആദ്യമായി പിന്നണിഗാനം അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രം നിർമ്മല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചലച്ചിത്ര നടന്മാരിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചവർ? മോഹൻലാൽ, രജനീകാന്ത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച നടന്മാർ മോഹൻലാൽ, രജനീകാന്ത്. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം പി. മാളവിക. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം പി. മാളവിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തനതു നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങളാണ്? കലി, ദൈവത്താർ, അവനവൻ കടമ്പ. തനതു നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങളാണ്? കലി, ദൈവത്താർ, അവനവൻ കടമ്പ. ശിഖരം എന്ന വാക്കിനു സമാനമായ പദം? ജലഗണം. ശിഖരം, ജലഗണം. അമ്പ് എന്ന വാക്കിന്റെ പര്യായം അല്ലാത്തത്? അജിരം. അമ്പ് എന്ന വാക്കിന്റെ പര്യായങ്ങളാണ്? വിശിഖം, ഇഷു, ശരം. അണിയം എന്ന പദത്തിന്റെ വിപരീതം? അമരം. ശരിയായ പദങ്ങൾ കണ്ടെത്തുക. കൂപമണ്ഡൂകം, ആജാനുബാഹു, തപസ്വി. തപശ്ചര്യ പിരിച്ചെഴുതുക. തപസ് പ്ലസ് ചര്യ. ശരിയായ വാക്യമേത്? അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്തിട്ട് പശ്ചാത്താപിക്കുന്നതിൽ കാര്യമില്ല. സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിനു സമാനമായ മലയാള പദം? കരിങ്കാലി. മൂസത് എന്ന വാക്കിന്റെ സ്ത്രീലിംഗം? മനയമ്മ. നന്ദികേട് കാണിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്? ഉണ്ടച്ചോറിൽ കല്ലിടുക. ഈ പ്ലസ് തരം ചേർത്തെഴുതിയാൽ ഇത്തരം. ഭാരതീയ ന്യായ സംഹിതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? 20. ഭാരതീയ ന്യായ സംഹിതയിൽ സംഘടിത കുറ്റകൃത്യം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ്? 111. ഭാരതീയ ന്യായ സംഹിതയിൽ ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷയ്ക്ക് പകരം ഉൾപ്പെടുത്തിയ ശിക്ഷ? കമ്മ്യൂണിറ്റി സേവനം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം കോഗ്നിസിബിൾ ഒഫൻസ് എന്നാൽ കോടതി ഉത്തരവ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം മുൻകൂർ ജാമ്യത്തിലുള്ള അപേക്ഷ ഏത് കോടതിയിലാണ് നൽകേണ്ടത്? സെഷൻസ് കോടതി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2(1)(h) പ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ്? മജിസ്ട്രേറ്റ്. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എത്ര വകുപ്പുകളുണ്ട്? 170. ഭാരതീയ സാക്ഷ്യ അധിനിയം വകുപ്പ് 39 എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ. മരണമൊഴിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയം വകുപ്പ് 26A. 2011 പോലീസ് ആക്ട് വകുപ്പ് 29 പ്രതിപാദിക്കുന്ന വിഷയം ഉദ്യോഗസ്ഥരുടെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം. പോലീസ് പിടിച്ചെടുക്കുന്ന വസ്തുക്കളുടെ സൂക്ഷിപ്പും നിർമ്മാർജ്ജനവും പ്രതിപാദിക്കുന്ന 2011 പോലീസ് ആക്ട് 55. കേരള പോലീസ് ആക്ട് 118A പ്രകാരം പൊതുസ്ഥലത്ത് മദ്യപിച്ച് ആക്രമണങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ 3 വർഷം തടവ്, 10,000 രൂപ പിഴ. NDPS നിയമപ്രകാരം ആവർത്തിച്ചിട്ടുള്ള കുറ്റവാളികൾക്ക് ബാധകമായ ശിക്ഷ? വർദ്ധിത ശിക്ഷ, കർശന ശിക്ഷാ നടപടികൾ, കൂടുതൽ ഗുരുതര ശിക്ഷ. വിവരസാങ്കേതിക നിയമപ്രകാരം മറ്റൊരാളുടെ പാസ്വേഡ് ദുരുപയോഗം ചെയ്യുന്നത് എന്തായി കണക്കാക്കുന്നു? ഐഡന്റിറ്റി തട്ടിപ്പ്. NDPS നിയമപ്രകാരം കുറ്റം ചെയ്യുവാനുള്ള ശ്രമം ശിക്ഷാർഹമാകുന്നത് ഏത് വകുപ്പിലാണ്? വകുപ്പ് 28. വിവരസാങ്കേതിക നിയമപ്രകാരം കുട്ടികളുടെ ഓൺലൈൻ ലൈംഗിക ചൂഷണം തടയുന്നതിനായുള്ള വകുപ്പ് 67B. പോക്സോ നിയമത്തിലെ വകുപ്പ് 16 പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് പ്രേരണ നൽകൽ എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി? ഒരു കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ഗൂഢാലോചന നടത്തുകയോ ബോധപൂർവം സഹായിക്കുകയോ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ രഹസ്യത്വം ലംഘിക്കുന്നതിൽ ഉൾപ്പെടുന്നത് കുട്ടിയുടെ പേര് പ്രസിദ്ധീകരിക്കൽ, വിലാസം പ്രസിദ്ധീകരിക്കൽ, ഫോട്ടോ പ്രസിദ്ധീകരിക്കൽ. വിവരം എന്ന പദത്തിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നത്? രേഖകൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രേഖകൾ. വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷി വിവരം സംബന്ധിച്ച് ആവശ്യമായ നടപടി മൂന്നാം കക്ഷിയെ ആലോചിക്കുക.